പ്രവാചകൻ വഴിയാത്ര നടക്കുന്ന സമയത്ത് എന്നും ഒരു കുട്ടി വീടിന്റെ മുന്നിൽ നിന്ന് ചപ്പും ചവറും പ്രവാചകന്റെ മേൽ ഇടാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് പ്രവാചകൻ ഇത് കാണാറുണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ കണ്ടിരുന്നു, പക്ഷെ അത് പ്രവാചകൻ അങ്ങോട്ട് തീരെ നെവർ മൈൻഡായി ഒഴിവാക്കി. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ പ്രവാചകന്റെ അനുചരന്മാർ ചോദിച്ചു, അല്ല പ്രവാചകരെ, ഇത് വളരെ മോശമുള്ള സംഭവമല്ലേ, ഇതിങ്ങനെ ചെയ്യുന്നത്, നമുക്കിത് പ്രതികരിക്കേണ്ടതെന്ന് വെച്ചു. പ്രവാചകൻ കൊടുത്ത മറുപടി, ഒന്നും ചെയ്യരുത്, ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഈ കുട്ടി ചപ്പും ചവറും പ്രവാചകന്റെ അടുത്ത് ഇട്ടില്ല. അപ്പോൾ പ്രവാചകനക്ക് അസ്വസ്ഥത തോന്നി. എന്ത് പറ്റി, ഇവരെന്തേലും പോയി പറഞ്ഞോ? സാന്ദർഭികമായി ഈ പ്രവാചകൻ കുട്ടിയുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വീട്ടുകാരൊക്കെ ശരിക്ക് ആശ്ചര്യപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുട്ടിയെ വേറെ എന്തെങ്കിലും രൂപത്തിൽ വലിയ പ്രകോപനപരമായിട്ടാണോ പ്രവാചകൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരൊക്കെ വളരെ വിസ്മയിപ്പിച്ച് നിൽക്കുകയാണ്. വളരെ വിസ്മയകരമായി വളരെ പുഞ്ചിരിയോട് പ്രവാചകൻ ചോദിക്കുകയാണ് ആ വീട്ടിലെ കുട്ടിയുടെ പിതാവിനോട്, എന്നെ എന്നും ഉപദ്രവിക്കുന്ന ആ കുട്ടിയെ കാണാറില്ലല്ലോ, അവൾക്ക് എന്തു പറ്റി എന്നുള്ളത്. ഈ ചോദ്യം ചോദിച്ച സമയത്ത് വളരെയധികം ഈ പിതാവ് ആശ്ചര്യപ്പെട്ടു പോയി. ലോകത്ത് ചരിത്രത്തിൽ അന്നും ഇന്നും അത് ഉണ്ടാവുമെന്ന് സംശയമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാൻ പറ്റും. പല ലീഡർമാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും പല വ്യക്തികളും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പ്രവർത്തനങ്ങളും അവർ ഇന്ന് കാട്ടുന്ന ലോകത്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇത് പ്രവാചകനിൽ ഇതിൻ്റെ ഈ സംസാരം അവരിൽ വളരെയധികം ഒരു ഒരു മാനസാന്തരപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രവാചകൻ ആ കുട്ടിയെ അവർ കാണിച്ചു കൊടുത്തു. കുട്ടി എടുത്തിരുന്നു. അപ്പോൾ കുട്ടി അസുഖബാധയെ കെടുക്കുകയാണ്. സമയത്ത് പ്രവാചകൻ എടുത്തെന്ന് ചോദിച്ചു, അല്ല മോളെ എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ കുട്ടി കരയുകയാണ്. അല്ല പ്രവാചകരെ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന ആളല്ലേ, എന്താ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് പോട്ടെ, അതൊന്നും വിഷയാക്കണ്ട, മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കത് അറിയാൻ പറ്റില്ല. അത്തരത്തിൽ ഞാൻ വായിച്ചപ്പോൾ എന്നെ കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് പ്രവാചകൻ. എന്നിട്ട് മോൾക്ക് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ ഇറങ്ങുന്ന സമയത്ത് ആ വീട്ടുകാരെ എല്ലാവരും വളരെ അധികം വിഷമിച്ചു. ഇങ്ങനെയുള്ള ഒരു മഹാവ്യക്തിയാണല്ലോ എൻ്റെ മോള് ദ്രോഹിച്ചത് എന്നുള്ള ഒരു മാനസാന്തരപ്പെടുകയും മാനസികമായിട്ട് അവർ വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്തു എന്നാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ പഠനങ്ങളിൽ നിന്നൊക്കെ വായിക്കാൻ പറ്റുന്നത്. പറഞ്ഞു വരുന്നത്, മനുഷ്യ സ്നേഹം എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹാപ്രതിഭയാണ്, ഒരു വിസ്മയിപ്പിരിക്കുന്ന ജീവചരിത്ര ലെജൻഡാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ ജീവിതത്തിന്. അത് നമ്മൾ ഉൾക്കൊള്ളുക, ഇന്ന് തന്നെ മാറാൻ തയ്യാറാവുക.